നമസ്കാരം. ഗൾഫ് വാർത്തകൾ. സൗദി അറേബ്യയിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യത. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച വരെ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. കുവൈറ്റിലെ മിന അബ്ദുള്ള റിഫൈനറിയിലെ പരിസ്ഥിതി ഇന്ധന യൂണിറ്റുകളിലെ റീസൾഫറൈസേഷൻ യൂണിറ്റ് നമ്പർ 1-ൽ തീപിടുത്തമുണ്ടായി. ഒരു മരണം സംഭവിച്ചു. വിസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പീരീഡ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. യുഎഇയിൽ വാരാന്ത്യത്തിൽ താപനില ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ അല്ലൈനിലെ സ്വാഹലിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. തൊഴിലവസരങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. എമിറേറ്റ്സ് എയർലൈൻസിന് കീഴിൽ ജോലി ചെയ്യുന്ന പൈലറ്റുമാരുടെ എണ്ണം ഉയർത്തും. മലയാളി യുവാവ് ദുബായിൽ മരിച്ചു. വാഹനാപകടത്തിലാണ് മരണം സംഭവിച്ചത്. കോഴിക്കോട് സ്വദേശിയായ അർജുനാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ഹജ്ജ് തീർത്ഥാടകർക്ക് തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊപ്പം മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ സഞ്ചരിക്കാനുള്ള ഹറൈമൻ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്നു. കുവൈറ്റിലെ അബ്ബാസിയായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിൽ മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. എറണാകുളം സ്വദേശികളായ സൂരജ് ബിൻസി ദമ്പതികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലായിരുന്നു. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. ബിസിനസ് പങ്കാളിയെ കുടുക്കാനായി ലഹരിമരുന്ന് കേസിൽപ്പെടുത്തിയ യുവാവിനെയും ഭാര്യയെയും റാസൽ ഖൈമ ക്രിമിനൽ കോടതി 10 വർഷം തടവിന് വിധിച്ചു.